ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ വർക്ക് ബെസ്റ്റീസും കൂടി നമ്മുടെ ഹെഡ് നഴ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഹെഡ് നഴ്സ്. ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണെങ്കിലും അതിന് സമയമായത് ഇപ്പോഴാണ്. അങ്ങനെ ബെൻസിയുടെ നീണ്ട തള്ളിന് ശേഷം മാനന്തവാടി ബസ് വന്നു. വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ കാത്തിരുന്നത് തിരക്കുള്ള ബസ്സായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ആ ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പം നമുക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ കാടെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി ഞങ്ങളങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ഞങ്ങളവിടെ എത്തി കുറച്ച് നടന്നപ്പോഴത്തേക്കും വരണ ടിൻസേട്ടായും പിള്ളേരും ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ലേറ്റായെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ അവർ വന്ന്. ഏമിമോളും തക്കടും പിപ്പിമോളും ഒക്കെ ഞങ്ങളെ വെൽക്കം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ കാറിൽ കയറി വീട്ടിൽ വന്ന് ഇറങ്ങി. തക്കട് കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഫിഷ് ടാങ്കും പട്ടിക്കൂടും ഒക്കെ തക്കടും എണ്ണിപ്പെരക്കി കാണിച്ച് തന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ തക്കടിന് എന്തൊക്കെ ചെയ്യണമെന്ന് തിരിയാത്ത അവസ്ഥയായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ബെൻസിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറി ചുവരിലൊക്കെയുള്ള ഫുൾ ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടു. ഏമി മോളുടെയും തക്കടുവിൻ്റെയും കലാപരിപാടികൾ മൊത്തം ഭിത്തിയിലാണെന്ന് ബെൻസി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഞങ്ങളത് കണ്ട്. ഏമിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ആണെങ്കിലും അതും കൂടി നികത്താൻ വേണ്ടി തക്കടും ഉണ്ടായിരുന്നു. അതിനുശേഷം ടിൻസേട്ടയുടെ സ്പെഷ്യൽ ലൈം ജ്യൂസും ഉള്ളിവടയും ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഏമി മോളുടെ വക സ്പെഷ്യൽ വെൽക്കം ലെറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേരൊക്കെ എഴുതി കളറൊക്കെ കൊടുത്തൊരു സംഭവം. ചായ നാണാണോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെറിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. തക്കട് ഒരു സ്പൈഡർമാൻ ഫാൻ ആയതുകൊണ്ട് തന്നെ തക്കടിനൊരു കുഞ്ഞ് സ്പൈഡർമാനെ വാങ്ങിച്ചു കൊടുത്തു. ബാറ്ററിയൊക്കെ ഇട്ടാൽ ഓടും വെടി വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏമി മോൾക്കും പിപ്പി മോൾക്കും ചെറിയ ബാഗ്, കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള 2 ബാഗും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഒരു ആദ്യത്തെ ബാറ്ററി ഭാഗ്യം കൊണ്ട് ഞങ്ങളാരും തക്കടിന് മുന്നിൽ ചമ്മിയില്ല. സ്പൈഡർമാൻ പറഞ്ഞ പോലെ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. ടിൻസേട്ടയുടെ വക സ്പെഷ്യൽ ഗ്രിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള തീ സെറ്റപ്പ് തട്ടിക്കൂട്ടുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഗ്രിൽ ചിക്കൻ മെഷീൻ്റെ പിന്നിലെ കഥയൊക്കെ പറഞ്ഞു തന്ന് ടിൻസേട്ടായി അതിലേക്ക് തീക്കനൽ കൂട്ടാനുള്ള പരിപാടിയിലാണ്. പെട്രോളിനെക്കാളും കെമിക്കലില്ല. എനിക്ക് മരുന്നിന്റെ കാര്യങ്ങളെ അറിയത്തുള്ളൂ. ചേട്ടായി കളിയാക്കരുത്. ഒരിക്കൽ ഞാനൊരു വ്ളോഗറാവും. എല്ലാരും സീറോയിലാണ് തുടങ്ങുന്നത്. ഇല്ല, ഉണ്ട്. 2045 അന്ന് എനിക്ക് 45 വയസ്സ്. പിന്നെ എന്തോ കിട്ടിയിട്ട്. അങ്ങനെ അവസാനം ഗ്രിൽ ചിക്കനൊക്കെ റെഡിയായി. ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ ആരംഭിച്ചു. മമ്മിയും പപ്പയില്ല, ഞങ്ങളൊന്നും വേണ്ട. വാവ ചേട്ടാ ഇവിടെ അടിപൊളിയായിട്ട് ഗ്രിൽ ചിക്കൻ ആക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങളത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു.
എനിക്ക് മനസ്സിലായില്ല എന്തിനാണ്. 10 മണിയായി. 3-4 പെമ്പിള്ളേര് വന്നു. അവിടെ കിടന്നാ പോരായിരുന്നോ? വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ കയറി പോകുന്നു. അങ്ങനെ പെൺപിള്ളേര് വന്നപ്പോ അമ്മയ്ക്ക് കേട്ടോ? ഇത് കേട്ടോ? അങ്ങനെ ഗ്രിൽ ചിക്കൻ്റെ സെക്ഷൻ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നു. അമ്മഞ്ഞി ഉണ്ടാക്കിയ നല്ല നെയ്ച്ചോറും ബീഫ് കറിയും മീൻ കറിയും അച്ചാറും ചർലാസൊക്കെ കൂട്ടി അങ്ങനെ ഒരു പിടി പിടിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. കാലത്ത് 5 മണിയായപ്പം എല്ലാത്തിനും കുത്തിപ്പൊക്കി 6 മണിയായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് കണ്ണൂർക്കുള്ള യാത്രയാണ്. എല്ലാത്തിനും കൂടെ വണ്ടിയിൽ കയറ്റി ടിൻസേട്ടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. അങ്ങനെ അമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഈ തോട്ടിലേക്ക് അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ആ ട്രിപ്പ് അവിടെ ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഇനി ഞങ്ങൾ നേരെ ബാക്ക് ടു ഡ്യൂട്ടി. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ഗായ്സ്.